ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഈ 6 കാര്യങ്ങൾ പോലെ സത്യസന്ധമാണ്, യാഥാർത്ഥ്യമായിരിക്കും. ഇന്ന അദാബ റബ്ബിക്. വിഷയം അവിടെയാണ്. വിഷയത്തിന്റെ മർമ്മം അതാണ്. ഈ 6 കാര്യങ്ങൾ സത്യമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ ബൈത്തുൽ മഅമൂറാണ് വിട്ടളിയും, എന്നിട്ട് കഅബ നാക്കിക്കളിയും. അപ്പൊ 6 സത്യമാണല്ലോ, 6 വസ്തുതയാണല്ലോ. ഈ 6 വസ്തുത പോലെ സത്യസന്ധമായ യാഥാർത്ഥ്യമായി തീരാനുള്ള കാര്യമാണ് ഇന്ന അദാബ റബ്ബിക്, അള്ളാഹുവിന്റെ ശിക്ഷയും. വാക്കയുടെ ആ ലാമിന് ലാമു തൗക്കീദ് എന്നാ പറയാ. തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന അദാബ റബ്ബിക ലവാഖി, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ സംഭവിക്കാനുള്ളത് തന്നെയാണ്. ഈ 6 കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, കേൾക്കാം, പഠിക്കാം, പോയി നോക്കാം, പരിശോധിച്ച് നോക്കാം. ഇതുപോലെ സത്യമായി തീരാനുള്ളതാണ് മനുഷ്യരെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും കൽപ്പനാധികാരങ്ങളും അതുപോലെ ജീവിതത്തിൽ പാലിക്കാതെ താന്തോന്നികളായി, തോന്നിയവാസികളായി, അലസരായി, അഹങ്കാരികളായി മുന്നോട്ടു പോകുന്നവർക്കുമേൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടായിത്തീരും എന്നതും യാഥാർത്ഥ്യമാകുന്നു. മാ ലഹു, മാ ഉണ്ടാവുകയില്ല, ലഹു ആ ശിക്ഷക്ക്, മിൻ ഒരിടത്തു നിന്നും ദാഫിഅ ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. ആ ശിക്ഷയെ തടഞ്ഞു നിർത്താൻ, ദഫഅ ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിയും ഉണ്ടാവുകയില്ല. ആസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. അതിതങ്ങ വന്നു, അതില്ലാതാക്കി തീർക്കാൻ അല്ലാഹുവല്ലാതെ ഒരുത്തനെ കൊണ്ടും ഒന്നിനെ കൊണ്ടും കഴിയില്ല. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസമാണ് അതുണ്ടാവുക. തുമ തുവഫ കുല്ലു നഫ്സിൻ ബിമാ കസബത്, അവിടെ വെച്ച് നിങ്ങൾ ഓരോരുത്തരും എന്താണോ ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. വത്തഖു യൗമൻ ലാ യജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യൂഖദു മിൻഹാ അദ്ൽ വലാ ഹും യുൻസറൂൻ. എന്തെങ്കിലും ജാമ്യമോ ആരെയെങ്കിലും പകരം കൊടുത്തോ, എന്തെങ്കിലും പ്രായശ്ചിത്തം കൊടുത്തോ, ആരുടെയെങ്കിലും ശുപാർശ പ്രകാരമോ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു സഹായമോ കിട്ടാത്ത ഒരു ദിവസം തൊട്ടു മുമ്പിലുണ്ട് മനുഷ്യരെ, ഭയപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. മക്കൾ മാതാപിതാക്കളിൽ നിന്നും, ഇണകളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും ഓടിയകലുന്ന ദിവസമായിരിക്കും അത്. മാത്രമല്ല അവരെ എല്ലാവരെയും പിടിച്ചിട്ടിട്ട് സുമ്മയുൻജീഹി, തനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ദിവസമാണത്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. ഓരോ മുലയൂട്ടുന്ന അമ്മമാരും മക്കളെ മാറിൽ നിന്ന് പറിച്ചു വലിച്ചെറിഞ്ഞ് തലയിൽ കൈവച്ച് ഓടുന്ന ദിവസമാണത്. കിടുകിടുപ്പ് കൊണ്ട് ജനം, ഗർഭിണികൾ പ്രസവിച്ചു പോകുന്ന ദിവസമാണത്. വെറുതെ നടക്കുന്ന മനുഷ്യർ കള്ളുകുടിച്ച് മത്തായതുപോലെ ആടിക്കുഴയുന്ന ദിവസമാണത്. പേടിക്കുക. മാലഹു മിന്ദാഫിയ, എപ്പോഴും വരാം അല്ലേ, എപ്പോഴും വരാം. ഒരുങ്ങിയിരിക്കാനാണ് ആവശ്യമുണ്ട്. യാ അയ്യുഹന്നാസു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. മുഅ്മിനീങ്ങളെ, പടച്ചവനെ പേടിക്കുവിൻ, എന്നിട്ട് നിങ്ങൾക്ക് നാളെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുവിൻ. വത്തഖുല്ലാഹ, ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒന്നുകൂടി അല്ലാഹുവിനെ പേടിക്കുവിൻ. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, എന്താണോ നിങ്ങൾ ചെയ്യുന്നത്
അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവീൻ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ, റബ്ബിനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ ആവല്ലെ ജനങ്ങളെ. ഫഅൻസാഹും അൻഫുസഹും, അവർക്കതിന്റെ ഫലമായി അവരുടെ ജീവിത ലക്ഷ്യം തന്നെ മറപ്പിക്കപ്പെടുകയുണ്ടായി. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളായിട്ടാണ് പിന്നീട് മാറിയത്. അങ്ങനെ നിങ്ങളാവല്ലേ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് മാലഹു മിൻ ദാഫിഅ, എന്നാണത്? യൗമ തമൂറു സമാഉ മൗറാ, ആകാശം കിടുകിടെ വിറപ്പിക്കപ്പെടുന്ന ദിവസമാണത്. ആകാശം കിടുകിടെ വിറപ്പിക്കപ്പെടുന്ന ദിവസമാണത്. ഇപ്പൊ നമ്മളോട് അള്ളാഹു ചോദിച്ചെന്താ അറിയോ? ഈ മഗ്‌രിബിന് ശേഷം നമ്മൾ ഓതാൻ പറഞ്ഞ ആയത്തിലെ സൂറത്ത് മുൽക്കിലെ അള്ളാഹു നമ്മളോട് പറഞ്ഞത് അല്ലദീ ഖലഖ സബഅ സമാവാത്തിൻ തിബാഖൻ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഅൽ ബസറ ഹൽ തറാ മിൻ ഫുത്തൂർ സുമ്മ ഇർജിൽ ബസറ കർറതൈൻ യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വലഹു ഹസീർ. ഒന്ന് മുകളിലേക്ക് നോക്കുവീൻ, അതിന് വല്ല ന്യൂനതകളും എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് കണ്ടെത്തുവീൻ. വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തോളൂ. ഏത് ടെലിസ്കോപ്പ് വെച്ചാലും വേണ്ടില്ല, കണ്ണുകൾ മാനം കെട്ട് തിരിച്ചു പോരേണ്ടി വരും. ഒരു ന്യൂനതയും അവിടെ ഇല്ല. ആ ഒരു ന്യൂനതയും ഇല്ലാത്ത സാധനത്തെയാണ് ഇപ്പറഞ്ഞത് യൗമ തമൂറു സമാഉ മൗറ. ആ ശിക്ഷയുടെ ദിവസം വന്നാൽ ആ ആകാശം കിടുകിടെ വിറപ്പിക്കപ്പെടും, അത് പൊട്ടിപ്പിളരും. വൈദസമാവു കുശിത്തത്ത് എന്നാ പറഞ്ഞു. വൈദസമാവു കുശിത്തത്ത്, അത് തൊലിയുരിക്കപ്പെടും. വൈദൻ ശക്കത്തിസമാവു ഫക്കാനത്ത് ബർദതൻ കദ്ദിഹാൻ, അത് ഉണങ്ങിയ മുന്തിരിയുടെ ആ കമ്പുണ്ടല്ലോ, അതുപോലെയായി തീരുന്ന ദിവസം. ഫക്കാനത്ത് സറാബ, അത് മരീചികയായി തീരുന്ന ദിവസം, അതിങ്ങനെ പുകയായി പോകുന്ന ദിവസം. യൗമ തഗ്ദി സമാഉ ബിദുഖാനിൻ മുബീൻ, അത് മുകളിലേക്ക് നോക്കിയാൽ ഒരു പുക മാത്രമായി മാറുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. ഭയപ്പെടുവീൻ എന്നാണ്. എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? പറയണോന്നുമില്ല പേടി, കേൾക്കണോന്നുമില്ല പേടി, അല്ലേ? യൗമ തമൂറു സമാഉ മൗറൻ വതസീറുൽ ജിബാലു സൈറാ, ഈ പർവ്വതങ്ങൾ ഇന്ന് നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് ഉയർന്ന് പറക്കുന്ന ദിവസം വരും, അല്ലേ? അങ്ങനല്ലേ? വദുക്കത്തിൽ ജിബാലു ദക്കൻ ദക്ക, അവ പരസ്പരം പറന്ന് കൂട്ടിയിടിച്ച് തവിട് പൊടിയായി മാറും. യൗമ യകൂനു നാസു കൽ ഫറാസിൽ മബ്സൂസി വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മംഫൂസ്, അത് പൂമ്പാറ്റ ചിറക് പൊടിച്ച് ഹൂ എന്ന് ഊതിയാൽ പറക്കുന്ന ധൂളിയായി മാറും. വയസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ, ഈ മഹാപർവ്വതങ്ങളെന്ന് എന്തായി തീരുമെന്ന് ചോദിക്കുന്നവരോട് പറയുക, വഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ, ഇതിനെ എന്റെ റബ്ബ് പൊട്ടിച്ചു പറത്തുന്ന ദിവസം വരാനിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചോടത്തൊന്നും അല്ല കാര്യങ്ങളുടെ കിടപ്പ്. നമ്മൾ പിടിച്ചാൽ കിട്ടുന്നിടത്ത് അല്ല എന്നർത്ഥം. ഇതൊക്കെ മേലെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം ചിന്തിക്കാൻ. അതൊക്കെ ഏത് പ്രകാരത്തിൽ സത്യമാണോ അത് പ്രകാരത്തിൽ ഇതും സത്യമാണ്. എന്നിട്ട് പറഞ്ഞു നോക്കാണി, ഇതൊന്നും നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഫവൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അല്ലാഹുവിനെ, അവന്റെ കിതാബിനെ, അവന്റെ പ്രവാചകന്മാരെ, അള്ളാഹുവിന്റെ തൗഹീദിനെ, കലിമത്തു തൗഹീദിനെ, ദീനുൽ ഇസ്ലാമിന്റെ നിലപാടുകളെ, നിയമനിർദ്ദേശങ്ങളെ, കൽപ്പനാ നിരോധനങ്ങളെ കളവാക്കുന്നവർക്ക് അന്ന് നാശമായിരിക്കും. ഫവൈലുൻ, നാശമായിരിക്കും. വൈൽ എന്നാൽ നാശം എന്നും അത് നരകത്തിന്റെ ഒരു ഭാഗത്തിന്റെ പേരാണ് എന്നും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാണെങ്കിലും വെച്ചോളൂ, രണ്ടാണെങ്കിലും ശരിയാണ്. ഫവൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, എന്തിനെയാണ് അവർ കളവാക്കുക? അല്ലദീനഹും ഫീ ഖൗളി യൽഅബൂൻ,
എന്തേ അവർക്ക് കാര്യം? എന്താണ് അവരിതിനൊക്കെ കളവാക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അല്ല പറയാണ്, അല്ലദീനഹും അവര് ഫീ ഹൗലിൻ ഒരു ലഹരിയിലാണ്. എന്തോ ഒരു ലഹരിയിലാണവർ. എല്ലാം പൂനാ ലഹരിയിൽ അവരങ്ങനെ മുങ്ങിക്കുളിച്ച് കളിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും അവർ കേൾക്കൂല. വൃത്തികേടിലാണ് അവർ, അനാവശ്യങ്ങളിലാണ് അവർ, താന്തോന്നിത്തങ്ങളിലാണ് അവർ. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോൾ ഞാനിങ്ങോട്ട് വെന്നീൻ്റെ തൊട്ട് മുമ്പേ അസറിന് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് മാറുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ പത്രം വായിച്ചിട്ട് വേണമെങ്കിൽ കേൾക്കണോ, MDMA അല്ലേ, MDMA പിടിച്ചതൊക്കെ 2 കിലോ അത്ര പിടിച്ചിക്കണത് എല്ലാവരും മുഹമ്മദ് കുട്ടിയുള്ള പേരുകാരാണെന്ന്. സുബ്ഹാനല്ലാഹ്. ഇജ്ജ് പത്രം വായിക്കണ്ട, അവിടെ വെച്ചെങ്കറിഞ്ഞ് കഴിഞ്ഞില്ലേ. അപ്പൊ ഞാൻ വായിക്കാതിരുന്നിട്ട് എന്താ കാര്യം എന്നുള്ളത്? പിടിക്കപ്പെടുന്നത് മുഹമ്മദ്മാരാണ്. അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കാണ്, മക്കക്കാർക്ക് അറബികൾക്ക് പരിചയമില്ലാത്ത ഈ പേര് എന്തിനൊപ്പങ്ങൾ പേരക്കുട്ടികൾക്ക് ഇട്ടത്? ഏത് പേര്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അദ്ദേഹം പറയും, ഇന്നി ഉഹിബ്ബു അൻ യുഹമ്മദ ഫിസ് സമാഇ വൽ അർള്. എന്റെ ഈ പേരക്കുട്ടിയെ ആകാശവും ഭൂമിയും പുകഴ്ത്തിപ്പാടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ പേരുകാരനാണ് MDMA കൊണ്ട് പിടിക്കപ്പെടുന്നത്. ഒന്നുകൂടി വെച്ചോക്കാണ്, ഇന്നി ഉഹിബ്ബു അൻ യുഹമ്മദ ഹാദാ ഫിസ് സമാഇ വൽ അർള്. എന്റെ ഈ മോനെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ മുഴുവനും സ്തുതിക്കണം, പുകഴ്ത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കണില്ലേ? നടക്കണില്ലേ? അല്ലേ? ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതഹു യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. ഉന്നത ലോകം മലഉൽ അഅല അള്ളാന്റെ റസൂലിന്റെ പേരിൽ അനുഗ്രഹ പ്രാർത്ഥനകൾ, അനുഗ്രഹാശീർവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഭൂമിയിലുള്ളവര്, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുവീനെന്ന്. മക്കള്, ആ പേരുകാരൻ്റെ ആ പേരിനോട് എന്തെങ്കിലും ഒരു പ്രതിപത്തി, എന്തെങ്കിലും ഒരു ആദരവ്, ഒരു സ്നേഹം ഈ സമുദായം കാണിക്കണ്ടോ നോക്കാണ്. എന്നാ ഈ മാതാപിതാക്കൾക്ക് ഈ പേരൊന്ന് ഇടാതിരുന്നൂടെ? ഞാനൊക്കെ സത്യം പറയണത്, ഇത് ആയത്തുൽ കുർസി കൊടുത്തിട്ട് വീട്ടിൽ കെട്ടി തൂക്കിയിട്ട് സ്റ്റിക്കർ വെച്ചാൽ, ഫോട്ടോ വെച്ചാൽ എന്താണ് നമ്മൾ വെച്ചൂടെ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയണത് എന്താ അറിയോ? നിങ്ങൾക്ക് വെക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ആ മറ്റേ വള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, ഏത് വള്ളി? 500 ചാനലിന്റെ വള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇത് ഇവിടെ തൂക്കി കിടന്നിട്ട് അതിൻ്റെ അടിയിൽ ആ പാട്ടും കൂട്ടും ചെറിയും കളി ഉണ്ടാവരുത്. മമ്മൂട്ടി മോഹൻലാലും അതിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങി വരരുത്. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ ഇത്. മാനം കെടുത്തരുത് എന്ന് പറയും ഞാൻ. സുബ്ഹാനല്ലാഹ്. ഈ മുഹമ്മദ് എന്ന പേരുകാരന് ഇക്കാര്യങ്ങളുടെയൊക്കെ പേരിൽ പിടിക്കപ്പെടുന്നത് എന്ത് തീരുമാനാണ് ഈ സമുദായത്തിന് ഉണ്ടാകണമെന്ന് നോക്കാൻ. സമുദായം ആരുടെ പേരിനെയാണ്, ഏത് പേരിനെയാണ് അപമാനിക്കുന്നത്? ഒരു കാലത്ത് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവണം, അള്ളാഹുവിന് ശരിയോ തെറ്റോ, കാലങ്ങളായിട്ട് മക്കയിൽ മുഹമ്മദ് എന്ന പേരൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. ആകെക്കൂടെ അവരുടെ ഓർമ്മയിൽ എന്നോ പണ്ട് കാലത്ത് 2 ആൾക്കാർക്ക് ആ പേരുണ്ടായിരുന്നുള്ളൂന്നാ. അതവർ ഇടലില്ല. ആ അപൂർവങ്ങളിൽ അപൂർവമായ ആ പേരാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിശ്ചയിച്ചത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പേരേതാ? മുഹമ്മദാണ്. സുബ്ഹാനല്ലാഹ്. ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പേര് മുഹമ്മദാണ്. അതിനോട് ചേർത്തോ അത് ഒറ്റക്കോ? പക്ഷെ അതിന്റെ കോലം ഇങ്ങനെയാണെങ്കിൽ ഫവൈലു യൗമൈദിൻ ലിൽ മുകദ്ദിബീൻ അല്ലദീന ഹും ഫീ ഖൗലി യൽഅബൂൻ. വൃത്തികേടുകളിൽ മുഴുകി ജീവിക്കുന്നവർക്കാണ് നാശം. മനസ്സ് വൃത്തികെട്ടത്, വാക്ക് വൃത്തികെട്ടത്, ശരീരം വൃത്തികെട്ടത്, പെരുമാറ്റം വൃത്തികെട്ടത്, സമ്പത്ത് വൃത്തികെട്ടത്, ബന്ധങ്ങൾ വൃത്തികെട്ടത്. അല്ലേ? വെറുതെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാണ്.
ഒരു കല്യാണത്തിന്റെ പേരിൽ കല്യാണം ഇസ്ലാം അങ്ങേയറ്റം പവിത്രമാക്കിയത്, അങ്ങേയറ്റം ആദരണീയമാക്കിയത്, അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചത്. നിങ്ങൾ കെട്ടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നിങ്ങൾ കെട്ടിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. പാവപ്പെട്ടവർക്കും അടിമകൾക്കും അവർ നല്ലവരാണെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ച് കെട്ടിക്കുവീൻ എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു ഇബാദത്ത്, തഅബ്ബുദിയായ ഒരു കർമ്മം ഇന്ന് ഈ സമുദായം നടത്തിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് അവിടെ? ഈ സമുദായം അതിന്റെ പേരിൽ പച്ചയും മഞ്ഞയും നീലയുമായി എന്തെല്ലാം പേക്കൂത്തുകളാണ് നടത്തുന്നത് നോക്കാൻ. ഒരു കല്യാണ വീട്ടിലേക്ക് പോകാൻ പാടില്ലാത്ത അവസ്ഥ എത്തിയില്ലേ? അല്ല, അവസ്ഥ എത്തിയോ? അവിടേക്ക് ചെന്നാൽ ഒന്നുമല്ല, നോമ്പല്ല, അവിടേക്ക് ചെന്നാൽ ഇസ്ലാം തന്നെ കഴിഞ്ഞുപോയി, കടന്നുപോയി, കാഫിറായി തിരിച്ചു പോരുന്ന അവസ്ഥ മുസ്ലിം വീടുകളില്ലേ? ഇല്ലേ? ഉള്ളിടത്തോടുള്ള വീഡിയോ ക്യാമറക്കാര്, ഉള്ളിടത്തോടുള്ള ബ്യൂട്ടീഷ്യന്മാര്, ഏതൊക്കെയോ സെലിബ്രിറ്റികൾ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇത് ഉപയോഗിച്ച് എന്തൊക്കെയോ തെമ്മാടിത്തരങ്ങൾ സമുദായത്തിന്റെ മേൽവിലാസത്തിൽ. അവിടെ അൽഫാത്തി അടിക്കാൻ കുറെ ഉസ്താദന്മാര്, ആ അൽഫാത്തിയേക്ക് ആമീൻ വിളിക്കാൻ കുറെ കൗമ്, ആ അൽഫാത്തിഹന്റെ ഇടയിൽ പടച്ചോനെ നേരിച്ചിട്ട് ഒരാൾ സങ്കടപ്പെട്ടിരുന്നാൽ ഓം വഹാബി, ഓം പുത്തംവാദി. എവിടേക്കാണ് ഈ സമുദായത്തിന്റെ പോക്ക്? എവിടേക്കാണ്? നിങ്ങൾക്കറിയോ? ഒരൊറ്റ ആഴ്ച മുമ്പ്, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഞായറാഴ്ച, എന്റെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുക. എന്റെ കുടുംബത്തിൽ ഒരു രൂപക്ക് ഗതിയില്ലാത്ത രണ്ടരയോ സെന്റുള്ള ഒരു വീട് എന്റെ കുടുംബത്തിലാണ്. പക്ഷെ പറയേണ്ടത് പറയണല്ലോ. അങ്ങനെ കല്യാണം പിടിക്കാതിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് കല്യാണത്തിന്റെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞു കുട്ടിയുടെ ഉമ്മ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് വാപ്പേ ഉള്ളൂ, ഒരു ഗതിയില്ല. അപ്പൊ കല്യാണം ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബങ്ങളെ മൊത്തത്തിൽ അവളെ കൊണ്ട്, അവിടുത്തെ കുട്ടിയുടെ വല്യമ്മ, എൻ്റെ കുടുംബക്കാരത്തി, അവളെ കൊണ്ട് ഇതെല്ലാവരെയും വിളിച്ചു പറയിപ്പിച്ച് ഞങ്ങളെല്ലാവരും പോകാനും നല്ലൊരു സംഖ്യ ഞങ്ങളെല്ലാവരും കൂടി, പിന്നെ അമ്മ അല്ലാത്ത കുട്ടിയാണല്ലോ, അതിന് കൊടുക്കാനും തീരുമാനിച്ചു. പക്ഷെ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരത്തിന്റെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ഉസ്മാനെ, അവിടെ മജ്‌ലിസുന്നൂർ നടക്കുന്നുണ്ട്. അവിടെ 2.5 സെന്റില് 200 ആളുകൾ പങ്കെടുക്കുന്ന മജ്‌ലിസുന്നൂർ. ആരുടേതാ ചെലവ് എന്ന് വെച്ചാൽ എന്തിന് കിട്ടിയിട്ട് വേണം കൊടുക്കാനെന്ന്. ഏതെന്നാ? എന്നിട്ട് അവിടെ പോയ എന്റെ ജ്യേഷ്ഠൻ പറയാണ് 10-200 ഉസ്താദന്മാരുണ്ടായിരുന്നു അവിടെ. ഇവർ എന്തിനു നടക്കുന്ന ആൾക്കാരാ? ഇവരാ നാട്ടിൽ നടക്കുന്ന ആൾക്കാര്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഭാര്യയോട്, പകുതി പിൻവലിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാൻ വിചാരിച്ച സംഖ്യയുടെ പകുതി, ഏതായാലും ശിർക്കിന് പൈസ കൊടുക്കാൻ പറ്റാ എന്ന് പറഞ്ഞാൽ. പിറ്റേ ദിവസം രാവിലെ, കഴിഞ്ഞ ഞായറാഴ്ച, അവളെ കല്യാണ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാൻ നിൽക്കുകയാണ്. എനിക്ക് പെരിന്തൽമണ്ണ ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ പിന്നെ അടുത്ത പരിപാടി എന്താ അറിയോ? ഈ പറഞ്ഞൊരു കൂടാരൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇതിന് പുതിയാപ്പളക്കും പുതിയ എണ്ണിനും ഇരിക്കാൻ. ഒരു 5-6 വീഡിയോ ക്യാമറക്കാര്, സ്റ്റിൽ ക്യാമറക്കാര്, ഒരു ജഗ പുക. ഈ പെൺകുട്ടിയുടെ മേലെ എന്തൊക്കെയോ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. അതിനൊക്കെ പുറമെ 2 ടീമുണ്ട് റെഡിയായി നിൽക്കണ്. അപ്പൊ എന്തിനാ സംഗതി? ഇതാരാന്ന് ചോദിച്ചപ്പോ എന്താ അറിഞ്ഞറിയോ? ഒന്ന് യമനി ഡാൻസ് ആണല്ലോ, യമനി ഡാൻസ്. അപ്പൊ അടുത്ത ടീം എന്തിനാ? യമനി ഡാൻസ് കഴിഞ്ഞാൽ പിന്നീട് പുതിയ എണ്ണിന് സദസ്സിൽ നിന്ന്, ഈ കൂടാരത്തിൽ നിന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവരാനാണ്. ഇതൊക്കെ 2.5 സെന്റുകാരൻ നടത്തുന്നത് ആരെ പൈസ കൊണ്ടാ? ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന മൊയ്ലിയന്മാർക്ക്, ഉസ്താദന്മാർക്ക് എന്താണ് ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്തം? ആരാണ് സമുദായത്തെ നന്നാക്കേണ്ടത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉലമാഉ ഉമ്മത്തി കന്നുജൂം, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ നക്ഷത്ര തുല്യരാണ്. വബിഹിം യഖ്തദൂനൽ ഉമ്മ, അവരെ കണ്ടാണ് സമുദായം വഴി നടക്കേണ്ടത്. അവര് പിഴക്കുന്നൊരു കാലം വരുമെന്ന് പറഞ്ഞ് ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്ന്, ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാഇ എന്നാണ്. ആകാശമേലാപ്പിനു താഴെ മതപണ്ഡിതന്മാരോളം വൃത്തികെട്ട ഒരു വർഗം വേറെ ഉണ്ടാവില്ല. ഇതിനൊക്കെ പറയുന്ന മറുപടി എന്താ അറിയോ? അതൊക്കെ പുതിയ കുട്ടികളല്ലേ,
തലമുറയല്ലേ. നമ്മൾ പറഞ്ഞ ഒരു കേൾക്കൂലാന്ന. ആര് പറഞ്ഞ് കേൾക്കൂലാന്ന്? ഇത് ഞാൻ പറഞ്ഞതേ നടക്കുള്ളൂ, ഇവിടെ ഇങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ അന്തസ്സുള്ള മാതാപിതാക്കളുടെ വീടുകളിൽ മാന്യമായ കല്യാണങ്ങൾ ഇവിടെ നടക്കണില്ലേ? ഒരു വിധത്തിലുള്ള വൃത്തികേടുകളില്ലാതെ ഇവിടെ നടക്കണില്ലേ? വേണ്ടാന്ന് വെച്ചിട്ടാ സമുദായത്തിന്റെ എല്ലാ തമ്മാടിത്തരങ്ങൾക്കും മക്കളുടെ എല്ലാ തമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ പേടിച്ച് പറയേണ്ടത് പറയാതെ നിൽക്കുന്ന പള്ളി കമ്മിറ്റിക്കാർ, സമുദായത്തെ വഴി നടത്തേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള പള്ളി മെമ്പറുകളും മതപ്രഭാഷണ വേദികളും കൈകാര്യം ചെയ്യുന്നവർ കാര്യം വ്യക്തമായി പറഞ്ഞാൽ ജോലിയില്ലാതാകുമെന്ന് ഭയപ്പെട്ട് ജനത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് തുള്ളുന്നവർ, ഇതൊക്കെയാണ് പ്രശ്നത്തിന്റെ കാരണം. പ്രിയപ്പെട്ടവരെ, ഈ മക്കളോടൊപ്പം ഈ വാശിക്ക് നിന്നു കൊടുക്കുന്ന മാതാപിതാക്കളും നരകത്തിൽ പോകേണ്ടി വരുമെന്നത് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് പഠിപ്പിച്ചതാണ്. വഖാലല്ലദീന കഫറു റബ്ബന അരിനല്ലദീനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹത അഖ്ദാമിന ലിയകൂന മിനൽ അസ്ഫലീൻ. സൂറത്ത് ഫുസ്സിലത്ത് 29-ാമത്തെ ആയത്ത്. നരകത്തിൽ കിടന്ന് തിളച്ചു മറിയുന്ന അവിശ്വാസികളായ മനുഷ്യർ വിളിച്ച് നിലവിളിക്കും, റബ്ബേ, വഴി പിടിച്ചു പോകുന്നത് കണ്ടിട്ട് ഞങ്ങളെ തിരുത്താതെ ഞങ്ങൾക്ക് വഴികാട്ടി തന്ന, ഞങ്ങളെ ന്യായീകരിച്ച, ഞങ്ങളെ പിന്തുണച്ച, ഞങ്ങളുടെ മുമ്പിൽ ന്യായവാദങ്ങൾ പറഞ്ഞ് എതിർക്കാൻ വന്നവരെ അപമാനിച്ചു വിട്ട ആ മാതാപിതാക്കളെ, ആ സമുദായ നേതാക്കന്മാരെ, ആ പള്ളി കമ്മിറ്റിക്കാരെ ഒന്നങ്ങോട്ട് കാണിച്ചു തന്നാൽ നജഅൽഹുമാ തഹത അഖ്ദാമിന, ഞങ്ങളുടെ കാൽ കീഴിൽ അവരെ ഒന്നിട്ട് ഒരല്പനേരം അവരെ ഒന്ന് ചവിട്ടി നിൽക്കാമല്ലോ, അവർ പൊള്ളുന്നത് വരെയെങ്കിലും ഞങ്ങൾക്ക് പൊള്ളൽ അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്ന് നിലവിളിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അവർ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൻറാമിൻകും മുങ്കറ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഒരു തമാടിത്തം കണ്ടാൽ, ഒരു വൃത്തികേട് കണ്ടാൽ അതിനെ ശക്തി കൊണ്ട് തിരുത്തേണ്ടവർ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പറ്റൂലെങ്കിൽ ഫബിലിസാനിഹി, പറഞ്ഞു തിരുത്തണം. ആ പണിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞു തിരുത്തണം, പറഞ്ഞു കൊടുക്കണം. ഇത് ഞങ്ങൾ കേട്ടില്ല, കണ്ടിട്ടില്ല, ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ഒരാളും പറയരുത്. ഈ സമുദായ മക്കൾ പള്ളി മെമ്പറുകളിൽ പറയണം, മതപ്രഭാഷണങ്ങളിൽ പറയണം, നിക്കാഹ് ഖുതുബകളിൽ പോലും ഇത് പറയണം. പാടില്ല ഇവിടെ ഇത് പറയാൻ കഴിയണം. ഇതിന് ഞാൻ വരില്ല. ഈ സ്വഭാവമാണെങ്കിൽ പള്ളിയിൽ നിന്ന് രജിസ്റ്റർ കൊണ്ടുവരില്ല, ഇവിടുന്ന് നിക്കാഹ് കഴിക്കാൻ ആളെ കിട്ടൂല, പള്ളിയുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ സഹകരിക്കൂല എന്ന് പറയാൻ പള്ളി കമ്മിറ്റിക്കാർ തയ്യാറാവണം. അപ്പോഴല്ലേ മൊയ്ലിയർക്ക് പേടി, ഞാൻ അങ്ങനെ പറഞ്ഞാല് ഇവനെങ്ങാൻ എൻ്റെ പേര് കേസ് കൊടുത്താല് ഞാൻ കോടതിയിൽ പോണ്ടി വരും, അവിടെ ഞാൻ ഒന്നും പറയുന്നില്ലേ, ഞാൻ ഇപ്പൊ കമ്മിറ്റിക്കാരനായതിനാണ് കുടുങ്ങിയ പഠിച്ചോനെ എന്ന് കമ്മിറ്റിക്കാര്. നമ്മൾ നാട്ടു നേതാക്കന്മാരാണ്, നമ്മൾ പറഞ്ഞിട്ടെങ്ങാനും കുട്ടികൾ കേട്ടിയില്ലെങ്കിൽ മാനക്കേടാവൂല എന്ന് നാട്ടുപ്രമാണിമാര് നമ്മക്കൊക്കെ ഇത് ഒഴിവാക്കി പോകല നല്ലത്. നമുക്കൊക്കെ ഇതൊക്കെ ഒഴിവാക്കി പോകല നല്ലത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ 3 രൂപത്തിലും തടയാൻ കഴിയാത്തവർക്ക് ഫലൈസ ബറഅദാലിക ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ എന്ന നയാ പൈസയുടെ ഈമാൻ പിന്നീട് അവർക്കുണ്ട് എന്ന് പറയരുത്. അവർക്കൊരു കടുകുമണിയോളം പോലും ഈമാൻ ഇല്ല. ഇത് പറയാതിരിക്കുന്നവർക്ക്, ഇത് തിരുത്താൻ ശ്രമിക്കാത്തവർക്ക് അല്ലദീനഹും ഫീ ഖൗലി യൽഅബൂൻ. അല്ലേ? ഈ വൃത്തികേടുകളിൽ മുഴുകി ജീവിക്കുന്ന സമുദായം, ഇവർ 5 നേരം നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛതകളെയും വൃത്തികേടുകളെയും നമസ്കാരം തടഞ്ഞു നിർത്തണില്ലല്ലോ. പള്ളിക്കന്ന് പോയിട്ടല്ലേ ഇതിന് കൂട്ടു നിൽക്കണത്? നിസ്കരിച്ചിട്ട് അവിടെ പോയിട്ട് ചോറും വെച്ച് വരാൻ കഴിഞ്ഞിട്ടല്ലേ പള്ളി ഈ ജാതി ദിവസങ്ങളിൽ ഇസാജമായത്തിന് നമ്മൾ വരുന്നത് അല്ലേ? ഇന്ന് ഞങ്ങൾക്ക് ചോറ് വേണ്ട, ഇന്ന് ഞമ്മക്ക് 5 കെട്ടുള്ള പാത്രം വേണ്ട, ഇന്ന് ചോറ് അവിടെ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഉസ്താദന്മാർ റെഡി ആയിരിക്കണത് അല്ലേ? പിന്നെ ആരാണിതിനെ തിരുത്താൻ? ഞാൻ പറഞ്ഞാൽ കേൾക്കൂലേ? ഈ അടുത്തൊരു കുടുംബ പ്രശ്നം മദ്യം പറയാൻ പോയപ്പോ പെൺകുട്ടിയുടെ ഉമ്മയാണ് സംസാരിക്കണത്. മഹല്ല് കമ്മിറ്റിക്കാരെ എത്ര പറഞ്ഞാലും പെൺകുട്ടിയുടെ ഉമ്മാന്റെ നാവടങ്ങൂല. മാപ്പങ്ങനെ എൻ്റെ അടുത്ത് ഇരിക്കട്ടെ, എൻ്റെ വീട്ടിലാ മധ്യസ്ഥത. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തപ്പത് കഥ? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞെന്തറിയോ,
ഞാൻ അവിടെ കൊലായ്മ അങ്ങനെ ഇരിക്കടാ മറ്റേ സാധനം ഉണ്ടല്ലോ ആ വില ഇരിക്കിന്റെ വിലയിലുള്ളൂ. ആ മറ്റേ സാധനത്തിന്റെ പേരെന്നെ അയാൾ പറഞ്ഞ് അപ്പൊ നീക്ക് കാക്ക അവിടെ തന്നെ നീക്ക് കാക്ക അവിടെ തന്നെ ഇത് ഇന്റെ വീടാണ്, ഇത് അന്തസ്സില്ലാർക്ക് പറ്റിയല്ല അറിഞ്ഞു. അതിൽ താത്തന്നെ വന്നേ അപ്പൊ താത്ത നാവടക്കിക്കോളി, നിങ്ങളെ ഭർത്താവല്ല, ഇത് ഞാനാണ്, മര്യാദക്ക് ഇവിടെ നിങ്ങളെ സൗണ്ടിഞ്ഞ് പൊങ്ങരുതെന്ന് പറഞ്ഞാൽ. ഈ അടുത്ത ഒരു മാസമായിട്ടുള്ളൂ. ഈ ജാതി കുടുംബനാഥന്മാരുണ്ടായിട്ട് എന്തിനാ മനുഷ്യന്മാരെ, എന്തിനാണ്? എന്റെ മക്കളെ ഞാൻ പറഞ്ഞാൽ നിൽക്കൂല, എന്റെ വീട്ടിൽ ഇത് പറ്റൂല എന്ന് പറഞ്ഞ എന്താണ്? ഇതിന് നയാൻ പൈസ പെടുന്ന ഞാൻ മുടക്കൂല, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടക്കൂല എന്ന് പറയാൻ എന്താണ് ഈ സമുദായത്തിന് തടസ്സം? എന്നിട്ടൊരു വീഡിയോ ക്യാമറക്കാരൻ ഓൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി എന്തുമൊക്കെ നോക്കണി, എവിടേക്കൊക്കെ നോക്കണി, എന്തൊക്കെയാണോ റെക്കോർഡ് ചെയ്യണ്, അല്ലാഹു അഅലം. ഓൻ അതിന് എന്തൊക്കെയാണ് ഓന്റെ സ്വന്തം പേഴ്സണൽ ലിസ്റ്റിലേക്ക്, കോൺഫിഡൻസ് ലിസ്റ്റിലേക്ക് മാറ്റണമെന്നും അത് ഓൻ എവിടൊക്കെ കൊണ്ടുപോയിട്ടാണ് വിറ്റ് കച്ചവടാക്കണതെന്നും അല്ലാഹു അഅലം. വാപ്പാക്ക് കയറി ചെല്ലാൻ പറ്റാത്തടത്ത് ഇവൻ റെഡിയാ അല്ലേ? ഇവനും പിന്നെ പിന്നാലെ ഒരു വെളിച്ചം കൊണ്ടൊരു ചങ്ങായി ഉണ്ടാവും. ഇവർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പെൺകുട്ടികൾ വസ്ത്രം മാറുന്ന സ്ഥലമില്ല, പെൺകുട്ടികൾ കിടന്നിറങ്ങുന്ന സ്ഥലമില്ല, ഉമ്മമാര് മക്കൾക്കും പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന സ്ഥലം വരെ ഇവന്റെ ക്യാമറ ഇട്ട് ചെല്ലാം. അവിടേക്ക് പെൺകുട്ടിയുടെ വാപ്പാക്ക് എല്ലാം വയ്യ, ആങ്ങളാർക്ക് എല്ലാം വയ്യ, ഉമ്മാക്കടക്കം ചെല്ലാൻ വയ്യ. അതവിടെ രഹസ്യമാണ്. ഇവൻ ചെന്നാലോ അല്ലേ? പുതിയ നോക്കാണ് ഇവൻ തീരുമാനിക്കാണ് ഇത് എന്തിനു പേര് ഫോട്ടോഷൂട്ട് അല്ലേ? നിക്കാഹ് നടന്നിട്ടാ ആണോ? അതോ നിക്കാഹ് തീരുമാനിക്കണ നിക്കാഹിന്റെ മുമ്പോ? ഇപ്പം കൊണ്ടുപോവല്ലേ ഫോട്ടോ ക്യാമറക്കാരൻ കൊണ്ടുപോയിട്ട് അവിടെ പിടി ഇവിടെ പിടി, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിക്ക്, രണ്ടാളൊരു മുത്തം കൊടുക്ക്, രണ്ടാള് കെട്ടിപ്പിടിക്ക്, ഫോട്ടോ വേണം. എന്നിട്ട് വാപ്പാനോട് മോളോട് മോള് ഫോട്ടോ ഷൂട്ടിന് പോയിക്കൊള്ളാ പറയുന്നത്. ചെങ്ങായി എനിക്ക് തൂങ്ങി ചത്തൂടെ എന്ന് ചോദിക്കണം. ഇനി കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പറ്റുമോ ഈ തെമ്മാടിത്തരത്തിന്? പറ്റുമോ? ഇത് ചെങ്ങാതിമാരെ ഇത് ആരൊക്കെ കാണുന്നു, എവിടെയൊക്കെ കാണുന്നു, എന്തിനൊക്കെ ഇത് ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് ആർക്കറിയാം? തമാശ പറഞ്ഞല്ല, ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നിന്റെ ആചാരമാകും, നാളത്തെ സംസ്കാരമാകും എന്നത് ശരിയല്ലേ? അല്ലേ? ബനൂ ഇസ്രായേലുകൾ ശപിക്കപ്പെടാനുള്ള കാരണം കാനു ലാ യതനാഹൗന അൻ മുൻകരി ഫഅലൂഹു ലബിഅസ മാ കാനു യഅമലൂൻ എന്നാണ്. നാട്ടിൽ നടക്കുന്ന ഒരു വൃത്തികേടുകളെയും കണ്ടിട്ട് കാണാത്തവരെ പോലെ നടക്കുന്നവരായിരുന്നു ആ സമുദായത്തിലെ പണ്ഡിതന്മാരും നേതൃത്വവും എന്നാണ്. അത് ബനൂ ഇസ്രായേലിനെ കുറിച്ച് അന്ന്. ഇന്ന് ആരെ കുറിച്ചാ? ഇന്ന് മലപ്പുറത്ത് ആരെ കുറിച്ച്? നിങ്ങളെ കുറിച്ച്, എന്നെ കുറിച്ചും അല്ലേ? അവിടെ പോയിട്ടും പ്രസംഗിക്കാൻ ഞാൻ റെഡിയാ, കായിട്ടിയാ മതി. അതിന്റെ മുമ്പിൽ സ്റ്റേജിമ തന്നെ വേണം ക്യാമറ, നമ്മളെ മുഖത്തേക്ക് വേണം നിർജിക്കാൻ, നമ്മൾ തലയിൽ കിട്ടിയത് റെഡിയാ കാരണന്മാര് അല്ലേ? എന്തെല്ലാമാണ് അൽ മർഅതു ഔറ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? സ്ത്രീ മുഴുവനും ഒരാളുടെ സ്വകാര്യ സ്വത്താണ്. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലൈക ഹുമുൽ ആദൂൻ. സ്വന്തം ശരീരം ഭർത്താവിന്റെ മുമ്പിലല്ലാതെ മാറുമറക്കാതെ ഇറങ്ങാൻ അനുമാനമുള്ള വാപ്പയുടെയും ആങ്ങളമാരുടെയും സ്വന്തം മക്കളുടെയും മുമ്പിലല്ലാതെ, എളാപ്പ മൂത്താപ്പമാരുടെ മുമ്പിലല്ലാതെ പുറത്ത് കാണിക്കുന്നവർ വൃത്തിപീനം അതിരുവിട്ട തെമ്മാടികളാണ് എന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കണോ? എന്നിട്ട് ഞാൻ എന്റെ മോളെയും മരുമോനെയും പിന്നെ മരുമോനെ ആകാൻ വരുന്നവനെയും പറഞ്ഞേക്ക, ഓല് ടെക്സ്റ്റൈൽസിൽ പോകുന്നു, ഓല് ബൈക്കും പോകുന്നു, ഓല് 2 ദിവസം ചുട്ടിക്കിറങ്ങുന്നു, രാവിലെ പോയി വൈകുന്നേരം വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്ത് നടന്നാലും ഞാൻ പറയുന്നത് ഫാഷനാണ്. നിങ്ങൾക്ക് അറിയേണ്ട ഒരു സംഗതി ഞാൻ നിർത്തുക. മലക്കുൽ മൗത്ത് പഴയ ആളെന്നെ, മാറ്റം വന്നില്ല. വന്നിണോ? നരകത്തിന് വല്ല മാറ്റം വന്നിണോ? അതും പഴയതാ. അവിടുത്തെ ശിക്ഷാ സമ്പ്രദായങ്ങൾക്ക് വല്ല മാറ്റം വന്നിണോ? അതും പഴയതാ. അതിന്റെ കാരണങ്ങൾക്ക് വല്ല മാറ്റം വന്നിണോ? പഴയതാ. നിയമങ്ങളൊക്കെ ഇസ്ലാമിൽ പുതിയത് വന്നിരിക്കണോ? ഇതൊക്കെ അനുവദനീയമായിട്ടുള്ളത് ഇല്ല. മാറിയത് ആരറിയോ? നമ്മൾ മാത്രം. ആ മാറാനുള്ള കാരണമാണ് ഈ പറഞ്ഞ അല്ലദീനഹും ഫീ ഖൗലി യൽഅബൂൻ.
തെമ്മാടിത്തരങ്ങളിൽ മുഴുകിയ ഒരു ജീവിതം. എന്തിടോ മാ സലക്കക്കും ഫീ സക്കർ എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താ? ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കൂലായിരുന്നു. ഈ സാധനം കുന്തം കുടച്ചക്കറൊക്കെ കൂടെ കെട്ടിപ്പൂട്ടിയാൽ പിന്നെ പെൺകുട്ടിക്ക് 2 ദിവസം നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് ഫത്വ കൊടുത്ത മൊയ്ലിയന്മാർ ഇവിടെ ഉണ്ട് അല്ലേ? ഈ പൗഡറും കടകുട സാധനങ്ങളൊക്കെ കൂടെ കെട്ടിക്കൂട്ടിയിട്ട് ഇനി അത് കളയുന്ന പേര് നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ മൂല്യന്മാർ ഇവിടെ ഉണ്ട്. ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ലക്ഷക്കണക്കിന് ഉറുപ്പിക ഈ തെമ്മാടിത്തരത്തിന് ചെലവാക്കുന്നതുകൊണ്ട് അയലോക്കത്ത് പെര പൊളിഞ്ഞു കിടക്കുന്ന ആളുണ്ടാകും, ക്യാൻസർ രോഗി ഉണ്ടാകും, യൂണിഫോമിന് കാശില്ലാത്ത ആൾക്കാരുണ്ടാകും. ഒരു 500 രൂപക്കൊരു ബാഗ് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഓൻ കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. ഇതിനു വേണ്ടി 50,000 ചെലവാക്കാനോ റെഡിയാണ്. എന്താ കാരണം? വലം നകു നുത്ഇമുൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് തീർക്കാൻ ശ്രദ്ധിച്ചില്ല. മൂന്നാമത്തെ കാരണം എന്താ? വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ. നാട് ഇങ്ങനെയൊക്കെയാണ്, നമ്മളായിട്ട് പിടിച്ചിക്കാൻ പറ്റൂല, നമ്മളായിട്ട് ഇന്ന് മാറി നിന്നാൽ നമ്മളെ കുട്ടികൾ മാനം കെടും, നമ്മൾ ഒറ്റപ്പെടും എന്ന് മാതാപിതാക്കളുടെ ബേജാറ്. എന്നിട്ടാണ് പോയി പിന്നാലെ. ഹത്താ അതാനൽ യഖീൻ. അങ്ങനെയാണ് മരിച്ച്. പിന്നെന്താ ബാക്കിന്നറിയോ? ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഈ പിന്നാലെ നടന്ന് സിന്ദാബാദ് വിളിച്ച ആൾക്കാരുണ്ടല്ലോ, മൈക്ക് കമ്മിറ്റിക്കാരും സൗണ്ടിന്റെ ആൾക്കാരും പാട്ടിനും കൂത്തിനും വന്ന ആൾക്കാരും യമനി ഡാൻസിന് വന്ന ആൾക്കാരും അല്ലേ, ഇതിന്റെ വീഡിയോ ക്യാമറക്കാരും ഇതിന് ഒത്താശ പാടിയ കമ്മിറ്റിക്കാരും പൗരസമിതിക്കാരും ഇതിന് ഒത്താശ പറഞ്ഞ നാട്ടുകാരും ഒന്നും ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഒരാളുടെ ശുപാർശയും അവിടെ സ്വീകരിക്കില്ല. അപ്പോൾ സംഗതി അവസാനിച്ചു. അവിടെ പ്രിയപ്പെട്ടവരോട് പോകുമ്പോൾ തീരുമാനിക്കണം, ഇത്തരം പരിപാടിക്ക് നയാ പൈസ ഞാൻ കൊടുക്കുന്നതല്ല, അത്തരം പരിപാടി ഞാൻ പങ്കെടുക്കൂല, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ വീട്ടിൽ ഇങ്ങനെ നടക്കൂല എന്ന് ഇവിടുത്തെ മാതാപിതാക്കൾ തീരുമാനിക്കണം. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച നിലപാടല്ലാതെ ഞാൻ എടുക്കൂല, അതിന് ഞാൻ കൂട്ടു നിൽക്കൂലാതെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ സംഭവിക്കണം, തീരുമാനിക്കണം. എന്റെ പ്രിയപ്പെട്ട പെൺമക്കൾ തീരുമാനിക്കണം. അള്ളാന്റെ റസൂല് അള്ളാന്റെ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് എതിര് നിൽക്കുന്ന ഒരു പണിക്കുന്നെ കിട്ടൂല. നമ്മൾ രണ്ടാളും ഒറ്റക്കാണ് ഒരു ലോകം ഉണ്ടാവുന്ന നിക്കാഹ് കഴിഞ്ഞതിന്. അതിന് ശേഷം മതി നമുക്ക് പോക്കും വരവും ഒക്കെ. നാട്ടുകാരെ മുമ്പിൽ ക്യാമറ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ തുള്ളാൻ ഞാനില്ല, എനിക്ക് അങ്ങനത്തെ ഭർത്താവ് വേണ്ട എന്ന് തീരുമാനിക്കണം. വേണ്ടേ? അപ്പോഴിത് നടക്കുള്ളൂ. പോകണം. ഈ ആയത്തുകൾ ഒന്നുകൂടി പഠിച്ചാളി. ഇടി അവസാനത്ത് ഒന്നുകൂടി വായിക്കുക. അല്ലദീനഹും ഫീ ഖൗലി യൽഅബൂൻ. അല്ലാഹു നമ്മളെ സത്യത്തിലും ധർമ്മത്തിലും പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കലിമത്തു തൗഹീദിലും സിറാത്തുൽ മുസ്തഖീമിലും ഉറച്ചു നിന്ന് ജീവിക്കാനും മരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.